അഗ്നിജ്വാല എ ഡീപ് ലവ് സ്റ്റോറി ഭാഗം 194. രാവിലെ അഗ്നി എഴുന്നേൽക്കും മുന്നേ ജ്വാല എഴുന്നേറ്റ് പോയിരുന്നു. അവൾക്ക് എന്തുകൊണ്ടോ അവനെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ട് തോന്നി. തന്റെ കുറുമ്പെല്ലാം ആസ്വദിക്കുന്നുണ്ടെന്ന് അവൻ പറയാറുണ്ടെങ്കിലും ഇടയ്ക്കെല്ലാം അതവൻ ഇഷ്ടമാകുന്നില്ല എന്ന് അവൾക്ക് തോന്നി. തലേന്ന് താൻ വാശി കാണിച്ചപ്പോൾ അവൻ പറഞ്ഞ വാക്കുകൾ അതുകൊണ്ടായിരുന്നു എന്ന് അവൾ ഉറപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് അവൾ മനസ്സിൽ ഉറപ്പിച്ചു. എങ്കിലും അഗ്നി അവളോട് ശബ്ദമുയർത്തിയത് അവൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അതിനേക്കാൾ അവളെ കൂട്ടാതെ അവൻ ക്ഷേത്രത്തിലേക്ക് പോയതും. രാവിലെ മുതൽ എല്ലാവർക്കൊപ്പം ഇരിക്കുന്നുണ്ടെങ്കിലും അവൾ തീർത്തും മൗനമായിരുന്നു. ഋതുമോളെ സച്ചുമോനെയും കളിപ്പിക്കുമ്പോൾ മാത്രം അവളൊന്ന് പുഞ്ചിരിക്കും. കാര്യം അറിയാവുന്നതുകൊണ്ട് തന്നെ എല്ലാവരും അവളെ ഓക്കെയാക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. തലേന്ന് അഗ്നി സ്റ്റേഷനിലും ഹോസ്പിറ്റലിലും എല്ലാം പോയ കാര്യവും അവിടെ വെച്ചുണ്ടായ സംഭവങ്ങളെല്ലാം അവളോട് പറഞ്ഞത് ചിത്തുവാണ്. എല്ലാം കേട്ടപ്പോഴേക്കും ജ്വാല കരഞ്ഞു പോയിരുന്നു. അവന്റെ മൈൻഡ് ഓക്കെ അല്ലാന്ന് അഗ്നി പറഞ്ഞിട്ടും അത് മനസ്സിലാക്കാതെ അവനോട് വാശി കാണിച്ച തന്നോട് തന്നെ അവൾക്ക് ദേഷ്യം തോന്നിപ്പോയി. പക്ഷെ അഗ്നിക്ക് അടുത്തേക്ക് അവൾ പോയതേയില്ല. മനസ്സിൽ കുറ്റപ്പെടുത്തിയത് പക്ഷേ അവളെ തന്നെയായിരുന്നു. രാവിലെ ജ്വാല അടുത്തില്ലാതെ ഉണർന്നപ്പോൾ തന്നെ അഗ്നിയുടെ മുഖമാകെ വാടിപ്പോയിരുന്നു. തലേന്ന് അവളെ ചേർത്ത് പിടിച്ച് കിടന്നിട്ടും സോറി പറഞ്ഞിട്ടും അവൾ തന്നെയൊന്ന് തിരിഞ്ഞുപോലും നോക്കിയില്ല എന്നവൻ വല്ലായ്മയോട് ഓർത്തു. പക്ഷെ അവൾ തേങ്ങുന്നുണ്ടായിരുന്നു. ഉള്ളിൽ നിറയുന്ന അസ്വസ്ഥത. ആ അസ്വസ്ഥതയോടെ തന്നെയാണ് ഫ്രഷായി അഗ്നി താഴേക്ക് ചെന്നതും. ചുറ്റും ജ്വാലയെ തന്നെ നോക്കിയെങ്കിലും അവളെ കണ്ടില്ല. അടുക്കളയിൽ നിന്നും ആരുടെയൊക്കെയോ ശബ്ദം കേൾക്കുന്നുണ്ട്. എന്നിട്ടും അഗ്നി ഉമ്മറത്തേക്ക് ഒന്ന് പോയി നോക്കി. അവിടെ അപ്പുവും വ്യാസും ചന്ദ്രനും മോഹനും സുരേഷും മീനും പൊന്നും ഋതുമോളും സച്ചുവും എല്ലാം ഉണ്ട്. മനു ഋഷിയും പുറത്തേക്ക് പോയിരിക്കുകയാണ്. ജ്വാല അവിടെയും കാണാതായതും അഗ്നിയുടെ മുഖത്തെ തെളിച്ചം പൂർണ്ണമായും കെട്ടുപോയി. ആ, നീ എഴുന്നേറ്റോ? ഇന്ന് ലേറ്റായാലോടാ. അഗ്നിയെ കണ്ടതും മോഹൻ ചോദിച്ചു. എല്ലാവരുടെയും നോട്ടം അവനിലേക്ക് നീണ്ടു. ആകെ ഇടുങ്ങിയതുപോലുള്ള അവന്റെ കണ്ണുകളിലേക്കാണ് പൊന്നു നോക്കിയത്. അഗ്നിയേട്ടാ, പിണക്കം തീർന്നില്ലേ രണ്ടാളുടെയും? അവൾ ചോദിച്ചതും അഗ്നി അവളെ നോക്കിയൊന്ന് ചിരിച്ചു. അതിന് ഞാനും എൻ്റെ കുഞ്ഞിനും തമ്മിൽ എന്ത് പിണക്കാ? അവൻ ചോദിച്ചു. അപ്പവും വ്യാസും അത് കേട്ടൊന്ന് ചിരിച്ചു. പിണക്കില്ലാഞ്ഞിട്ടാണോ ഇന്നലെ അഗ്നിയേട്ടൻ അവളെ കൂട്ടാതെ പരിപാടി കാണാൻ വന്നത്? അഗ്നിയെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് മീനു പറഞ്ഞു. അഗ്നി അവളെ തറപ്പിച്ചൊന്ന് നോക്കി. അത് ഞങ്ങളുടെ കാര്യല്ലേ, അത് ഞങ്ങൾ നോക്കിക്കോളാട്ടോ. നീ നിന്റെ കാര്യം നോക്കടി. അഗ്നി അവളെ പുച്ഛിച്ചു വിട്ടു. ഓ ആയിക്കോട്ടെ. മീനുവനും പുച്ഛം തന്നെ. പോയി വല്ലതും കഴിക്കാൻ നോക്ക് അഗ്നി. നേരെ എന്തായെന്ന വിചാരം? വ്യാസ് ഗൗരവത്തോടെ പറഞ്ഞു. ഇന്നലെ ഉറങ്ങാൻ ലേറ്റായി. അഗ്നിയുടെ ശബ്ദം പതിഞ്ഞുപോയി. അത് നിന്റെ കണ്ണ് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ട്. നീ ജ്വാലയോട് മിണ്ടിയില്ല അല്ലേ? മോള് രാവിലെ മുതൽ ആകെ മൗനത്തിലാ. ഞങ്ങളൊക്കെ വല്ലതും ചോദിച്ചാൽ ആ ചോദിച്ചതിനുള്ള മറുപടി മാത്രമേ ഉള്ളൂ. വ്യാസിന്റെ ശബ്ദം കനത്തു. അവൾ എവിടെ? അഗ്നി വ്യാസ് ചോദിച്ചതിന് മറുപടി പറയാതെ തിരികെ ചോദിച്ചു. ഏട്ടത്തി കിച്ചണിലുണ്ടേട്ടാ. ഇന്നിപ്പോ എന്താണാവോ അവർക്കൊപ്പം രാവിലെ തൊട്ട്. അല്ലെങ്കിൽ പെണ്ണുങ്ങളുടെ കൂടെ കളിച്ച് നടക്കുന്നവളാ. ഇന്നിതൊരു വീട്ടമ്മയും മാറിയതുപോലെയുണ്ട്. അപ്പു പറഞ്ഞതും അഗ്നി അവനെ ഉറ്റുനോക്കിയെങ്കിലും തലേന്ന് അവളോട് പറഞ്ഞതാണ് അവൻ അപ്പോഴോർത്തത്. നിനക്ക് വാശിയാ, പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാം എന്റെ തെറ്റ് തന്നെയാ. ഒരനുസരണയില്ലാതെ മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിച്ചോളും എപ്പോഴും. അഗ്നിയിൽ വല്ലാത്തൊരു വിഷമം നിറഞ്ഞു. അവള് വല്ലതും കഴിച്ചോ? അകത്തേക്ക് നടക്കും മുന്നേ അവൻ ചോദിച്ചു. വിശപ്പില്ലാന്ന് പറഞ്ഞത് അഗ്നിയേട്ടാ. പിന്നെ ഇവിടെ എല്ലാരും കൂടി നിർബന്ധിച്ചിരുത്തി കഴിപ്പിച്ചു. ഇനി ഏട്ടൻ മാത്രമേ കഴിക്കാനുള്ളൂ. പോയി കഴിക്ക അഗ്നിയേട്ടാ. പൊന്നു അവനെ നോക്കി നേർമയായി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അഗ്നി വേഗം കിച്ചണിലേക്ക് നടന്നു. ജ്വാലയൊന്ന് കണ്ടാൽ മതി, അവളുടെ ശബ്ദമൊന്ന് കേട്ടാൽ മതി എന്ന പോലെ. അമ്മേ, ഒരു ഗ്ലാസ് ചായ കിട്ടുമോ? അടുക്കളയിലേക്ക് കയറി വന്നുകൊണ്ട് അഗ്നി ചിത്തുവിനോട് ചോദിച്ചു. പച്ചക്കറി കട്ട് ചെയ്യുകയായിരുന്ന ജ്വാലയുടെ കൈകളൊന്ന് നിശ്ചലമായി. അവൻ അരികിൽ വന്നു നിൽക്കുന്നത് അവനെ നോക്കാതെ തന്നെ അവൾ അറിയുന്നുണ്ടായിരുന്നു. ആ കണ്ണുകൾ തന്നിൽ മാത്രമാകുമെന്നും അവൾക്കറിയാം. എങ്കിലും അവനെ മുഖമുയർത്തി നോക്കാനാവാത്തതുപോലെ ജ്വാല വെറുതെ കട്ടിംഗ് ബോർഡിൽ കത്തിവെച്ച് വരഞ്ഞുകൊണ്ട് നിന്നു. ചായേ, നേരം 11 കണ്ണാ. ഇന്ന് എന്തിത്ര വൈകിയ നീ? അഗ്നിക്കുള്ള ചായ ചൂടാക്കിക്കൊണ്ട് ചിത്തു ചോദിക്കുമ്പോഴും അവന്റെ കണ്ണ് പക്ഷേ ജ്വാലയിൽ തന്നെയായിരുന്നു. ഇന്നലെ ഉറങ്ങാൻ വൈകിപ്പോയി. ജ്വാലയെ നോക്കിക്കൊണ്ടാണ് അവനത് പറഞ്ഞത്. അവളുടെ കവിളുകളിൽ തലേന്നത്തെ സങ്കടം വിങ്ങുന്നത് അവൻ കണ്ടു. ശ്രീജയും മാനസിയും ഇരുവരെയും നോക്കി നിൽക്കുകയാണ്. മൗനമാണെങ്കിലും ഇരുവരിലും പ്രണയമാണെന്ന് അവർക്കും അറിയാം. ഈ സമയം കൊണ്ടൊരു 100 തവണയെങ്കിലും ഞങ്ങളോട് രണ്ടാളോട് അവൾ ചോദിച്ചതാ, ദേവേട്ടനൊന്നും കഴിച്ചില്ല, വിശക്കുന്നുണ്ടാവും, ഒന്ന് വിളിച്ചിട്ട് വരുമോന്നൊക്കെ. അത്രയ്ക്ക് അഗ്നിയേട്ടൻ അവളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. പിന്നെ അഗ്നിയേട്ടൻ്റെ കാര്യം പറയേണ്ടതില്ലല്ലോ. ആ പെണ്ണെന്ന് വെച്ചാ ഇങ്ങനൊരു ഭ്രാന്തുള്ള മനുഷ്യൻ. മാനസ് ചിരിയോടെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവരിൽ നിന്ന് നോട്ടം മാറ്റി. ചിത്തു അപ്പോഴേക്കും അഗ്നിക്ക് ചായ കൊടുത്തിരുന്നു. വേഗം ചായ കുടിച്ചിട്ട് വല്ലതും കഴിക്കുകണ്ണ, ഉച്ചയൂണ് കഴിക്കാനുള്ള നേരായി. ചിത്തു ശാസനയോടെ പറഞ്ഞു. അഗ്നി മൂളിക്കൊണ്ട് കിച്ചൺ കൗണ്ടർ ടോപ്പിൽ കയറിയിരുന്നു. ജ്വാലയുടെ മുഖം കാണാനെന്ന പോലെ. ജ്വാല പക്ഷെ ഒന്നുകൂടി മുഖം താഴ്ത്തിക്കളഞ്ഞു.
ഇതെന്താ അമ്മേ പതിവില്ലാതെ അടുക്കളയിലെ പുതിയ ആളുകളൊക്കെ? അവൻ ജ്വാലരിഞ്ഞു വെച്ച തക്കാളിയിൽ നിന്നും ഒരു പീസ് എടുത്തുകൊണ്ട് കുറുമ്പോടെ ചോദിച്ചു. ചിത്തു ഒന്ന് ചിരിച്ചതേയുള്ളൂ. ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ കണ്ണാ നിന്റെ ഭാര്യയുടെ അടുക്കളയിൽ കയറാന്. ഇന്നിപ്പോ ഇതൊക്കെ ചെയ്യണമെന്ന് അവൾക്ക് ആഗ്രഹം. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് ഞങ്ങളും അങ്ങോട്ട് കരുതി. രേഖ വിശദീകരിച്ച് പറഞ്ഞു കൊടുത്തു. അറിയാത്ത പണിയൊന്നും ചെയ്യണ്ട, കൈമുറിയും. ജ്വാലയുടെ മുഖത്തേക്ക് തലതാഴ്ത്തി വന്നുകൊണ്ട് അഗ്നി പതിയെ പറഞ്ഞു. കണ്ണുകൾ മാത്രം ഉയർത്തി അവൾ അവനെ തറപ്പിച്ചൊന്ന് നോക്കി. പക്ഷെ ആ നോട്ടം തന്റെ ശ്വാസം പോലും നിശ്ചലമാക്കിയതുപോലെ അഗ്നിക്ക് തോന്നി. നെഞ്ചിൽ അത്രയ്ക്ക് തുളഞ്ഞു കയറുന്നുണ്ട് ആ പൂച്ച കണ്ണുകൊണ്ടുള്ള നോട്ടം. എന്താടി പൂച്ചക്കുട്ടി, ഞാൻ ഉള്ളത് തന്നെയാ പറഞ്ഞേ. എന്നോടുള്ള വാശിക്ക് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് അവസാനം കൈ മുറിക്കണ്ട. അവളിലേക്ക് ഒന്നുകൂടി നീങ്ങിയിരുന്ന് അവളുടെ ഇടത് കൈ പിടിച്ചെടുത്ത് അവൻ പറഞ്ഞു. ജ്വാലയൊന്ന് പിടഞ്ഞു. പക്ഷെ ചുറ്റും ആളുകൾ ഉള്ളത് കൊണ്ട് ഒന്നും പറയാനും വയ്യ. ഇനി ഇങ്ങനെയൊക്കെയാ, വാശിയും കുറുമ്പും ഒന്നുമില്ല. മാനസ ചേച്ചിയെ പോലെയും ശ്രീചേച്ചിയെ പോലെയും ഒരു ഭാര്യയുടെ കടമകൾ ചെയ്യാൻ പോവാ ഞാൻ. അവനെ നോക്കാതെ അവള് പറഞ്ഞു. ഒപ്പം കത്തികൊണ്ട് വെറുതെ കട്ടിംഗ് ബോർഡിൽ കുത്തി കളിക്കുന്നുണ്ട് പെണ്ണ്. കവിളികൾ വീർപ്പിച്ചു വെച്ചിട്ടുണ്ട്. അഗ്നിക്ക് അവൾ അങ്ങനെ നോക്കിയിരിക്കവേ എന്തൊക്കെയോ തോന്നിപ്പോയി. ഈ അടുക്കള ജോലി ചെയ്യുന്നതാണോ ഭാര്യയുടെ കടമ? ചുറ്റുമുള്ളവരെല്ലാം ഓരോ ജോലിയിലാണെന്ന് നോക്കി ഉറപ്പുവരുത്തി അവളുടെ കൈക്ക് മുകളിൽ കൈവച്ചൊന്ന് അടുത്തേക്ക് ചേർക്കാൻ നോക്കിയവൻ. അവൾ അവനീന്ന് കൈ വലിച്ചെടുത്തു. ഇങ്ങനെ ഓരോന്ന് പഠിച്ചു വന്നോളാം ഞാൻ. എന്തായാലും എന്റെ വാശിനി ഉണ്ടാവില്ല. അവള് താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞു. ഞാൻ ചോദിച്ചത് അതല്ലല്ലോ, ഇത് മാത്രാണോ ഭാര്യയുടെ കടമാന്നല്ലേ? അവൻ അവളുടെ ഇടത് കഴുത്തിൽ വിരലുകൊണ്ട് ഒന്ന് തഴുകിക്കൊണ്ട് ചോദിച്ചു. പിടഞ്ഞുകൊണ്ട് അവനെ നോക്കിപ്പോയി ജ്വാല. അവന്റെ കണ്ണിൽ വല്ലാത്തൊരു കുറുമ്പ്. ജ്വാലയുടെ ഹൃദയതാളം മുറുകിപ്പോയി. അവള് പെട്ടെന്ന് അവനീന്ന് നോട്ടം മാറ്റി. അഗ്നി ചിരിയോടെ കിച്ചൺ കൗണ്ടർ ടോപ്പിൽ നിന്നും താഴേക്കിറങ്ങി. അമ്മേ, കഴിക്കാനുള്ളത് എടുത്തേ, നല്ല വിശപ്പ്. അവൻ പറഞ്ഞു. ദാ എടുത്ത് വെച്ചിട്ടുണ്ട് കണ്ണാ, പോയി കഴിക്കുന്നേ. ചിത്തു പറഞ്ഞുകൊണ്ട് വീണ്ടും ജോലിയിലേക്ക് കടന്നു. അഗ്നി തലയാട്ടിക്കൊണ്ട് മുന്നോട്ട് നടന്നു. ജ്വാലയുടെ ശ്വാസം നേരെ വീണു. പക്ഷെ പെട്ടെന്ന് പുറമേനിയിൽ അമർന്ന ദൃഢമായ ശരീരത്തിൽ പിടഞ്ഞുപോയി ജ്വാല. ശ്വാസം പോലും പിടിച്ചു നിന്നുപോയി. കഴുത്തിൽ തട്ടുന്ന ആ ചുടുനിശ്വാസം. ഒപ്പം ഇടുപ്പിൽ ആ കൈകളൊന്ന് തഴുകിയോ? അവൾക്ക് അങ്ങനെ തോന്നി. എന്തായാലും എൻ്റെ കുഞ്ഞ് ഒരു ഭാര്യയുടെ കടമകൾ ചെയ്യാൻ പോവാന്നല്ലേ പറഞ്ഞേ? അപ്പൊ ഇന്നു മുതൽ എല്ലാ അർത്ഥത്തിലും എൻ്റെ ഭാര്യയാവാനും ഒരുക്കാണല്ലോ അല്ലേ? ഒരു നിശ്വാസം പോലെ അഗ്നി ചോദിച്ചു. പിടച്ചിലോടെ അവൾ മുഖം തിരിച്ച് അവനെ നോക്കി. അവന്റെ കണ്ണിൽ വല്ലാത്തൊരു തിളക്കം. ഞാൻ അത് ആ നോട്ടത്തിൽ അവള് വിക്കി. അവൻ പറഞ്ഞതിന്റെ അർത്ഥം ആലോചിക്കവേ ദേഹം വിയർത്തുപോയി. പക്ഷേ ആ വിയർപ്പിനെ പോലും സ്വന്തമാക്കാനാണ് അഗ്നിക്ക് തോന്നിയത്. ഇനിയും വെയ്യെനിക്ക് ഇങ്ങനെ അകന്നകന്ന്, അവൻ ആർദ്രമായി പറഞ്ഞു. ജ്വാലയുടെ കണ്ണുകൾക്ക് വല്ലാത്ത പിടപ്പ്. നിന്റെ ഉള്ളിലെ പരിഭവമെല്ലാം ഇന്നുകൊണ്ട് ഞാൻ മാറ്റും. ആ പിണക്കം മാറുന്നതിനോടൊപ്പം നീ എല്ലാ അർത്ഥത്തിലും എൻ്റെ ഭാര്യയായിരിക്കും. കാത്തിരുന്നോ? അവൾക്ക് മാത്രം കേൾക്കാൻ പാകത്തിന് അത്രയും മൃദുവായി പറഞ്ഞുകൊണ്ട് അവളുടെ കവിളിലൊന്ന് തൊട്ടു അവൻ. അവൾ ഉമിനീർ വിഴുങ്ങിക്കൊണ്ട് അവനെ നോക്കി. അഗ്നി അവളെ നോക്കി കണ്ണിറുക്കി. പിന്നെ ഒരു മൂളിപ്പാട്ടോടെ പുറത്തേക്ക് നടന്നു. അപ്പോഴും അവൻ പറഞ്ഞു തീർത്ത വാക്കുകളിൽ ആകെ പിടഞ്ഞു നിൽക്കുകയായിരുന്നു ജ്വാല. വല്ലാത്തൊരു പരവേശം. ഞാൻ പറഞ്ഞതിന് അങ്ങനെ ഒരു അർത്ഥം ഉണ്ടായിരുന്നോ? അവൾ ആലോചിച്ചു. അറിയില്ലായിരുന്നു അവൾക്ക്. പക്ഷെ അവന്റെ കണ്ണുകളിൽ ഇന്നോളില്ലാത്തതുപോലെ എല്ലാം തകർത്തെറിയാൻ കഴിയുന്ന എന്തോ ഒരു ഭാവം. ശ്വാസമെടുക്കാൻ കഴിയാതെ ജ്വാല പെട്ടെന്ന് അടുക്കളവാതിൽ തുറന്ന് പുറത്തേക്ക് പാഞ്ഞു. ചുമരിൽ ചാരി നിന്ന് ശ്വാസം വരുതിയിലാക്കുമ്പോഴേക്കും അവളുടെ ശരീരം ആകെ ചുവന്നു പോയിരുന്നു. ചുണ്ടിൽ വല്ലാത്തൊരു ചിരിയും. അഗ്നിക്ക് കഴിക്കാൻ എടുത്തു കൊടുക്കുമ്പോഴും ജ്വാല അവനെ മുഖമുയർത്തി നോക്കിയില്ല. ഉള്ളിലെ പിണക്കമൊക്കെ ഏതു വഴിയെ പോയെന്നറിയില്ല. പക്ഷെ അവനെ നോക്കാൻ കഴിയുന്നില്ല. അല്പം മുന്നേ പറഞ്ഞ കാര്യം അവൾ അത്രമേൽ തളർത്തിയിരിക്കുന്നു. എങ്കിലും അഗ്നി കഴിക്കുന്നതിൽ ശ്രദ്ധ കൊടുത്തതും അവൾ കണ്ണുകൾ മാത്രം ഉയർത്തി അവനെ ഒന്ന് നോക്കി. കഴിക്കുമ്പോഴും അവന്റെ ചുണ്ടിൽ ഒരു ചിരിയുണ്ട്. ആ കള്ളത്തരം പിടിച്ച ചിരി കണ്ടപ്പോൾ തന്നെ ജ്വാല പെട്ടെന്ന് തന്നെ അവനീന്ന് നോട്ടം മാറ്റി. തനിച്ചൊക്കെ കഴിക്കാൻ തുടങ്ങിയല്ലേ? തന്നെ നോക്കാതെ അരികിൽ നിൽക്കുന്നവളോട് അഗ്നി ചോദിച്ചു. ഞാൻ അത് പിന്നെ എല്ലാരും നിർബന്ധിച്ചപ്പോ. അവള് വിക്കി. സാരല്ല, ഇനിയിപ്പോ തനിച്ചോരോന്ന് ചെയ്യുന്നത് നല്ലത് തന്നെയാ. ഒരു ഭാര്യയാവാൻ പോവാന്നല്ലേ പറഞ്ഞേ? അപ്പൊ ഇനി ഇതൊക്കെ തനിയെ ചെയ്യാ. അവന്റെ സംസാരത്തിൽ ഒരാക്കൽ. അവള് ചുണ്ടു വിളർത്തിക്കൊണ്ട് അവനെ നോക്കി. പക്ഷെ തന്നെ തന്നെ ഉറ്റുനോക്കിയിരിക്കുന്നവനെ കണ്ട് ഉമിനീർ പോലും വിഴുങ്ങാൻ മറന്നുപോയവൾ. എനിക്ക് മതി. അവളുടെ വെപ്രാളം കണ്ട് അവൻ ചിരിയോടെ ചേറിയെന്ന് എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു. ജ്വാല തലയാട്ടി. അവൻ കഴിച്ച പ്ലേറ്റുമായി എഴുന്നേറ്റ് പോയതും ആശ്വാസത്തോടെ ബാക്കിയുള്ള പാത്രങ്ങളെടുത്ത് അവളും കിച്ചണിലേക്ക് നടന്നു. എന്നാൽ വാതിലിന്റെ അടുത്ത് എത്താറായതും അഗ്നി പെട്ടെന്ന് കൈ കഴുകി അടുക്കളയിൽ നിന്നും ഇറങ്ങി വന്നിരുന്നു. ഇരു കൈയിലും പാത്രങ്ങളും പിടിച്ചു നിൽക്കുന്നവളുടെ അടുത്തേക്ക് അല്പം ചേർന്ന് നിന്നവൻ. ജ്വാല തലതാഴ്ത്തി കളഞ്ഞു. ഇതുവരെ ഇല്ലാത്ത വെപ്രാളൊക്കെ കാണുന്നുണ്ടല്ലോ എൻ്റെ കുഞ്ഞിന്. എന്തു പറ്റി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവളുടെ മുഖം ഒരു വിരലാൽ പിടിച്ചുയർത്തി ചുണ്ടിന് മുകളിലുള്ള വിയർപ്പു തുള്ളികളെ വിരൽ കൊണ്ട് തുടച്ചു നീക്കിക്കൊണ്ട് അവൻ ചോദിച്ചു. ജ്വാല ശ്വാസം പിടിച്ചു വെച്ചുകൊണ്ട് അവനെ നോക്കി. എന്താ? അവളുടെ നോട്ടം കണ്ട് അവൻ ചോദിച്ചു.
ഞാൻ പിണക്കാ. ഇന്നലെ എന്നോട് അവളെന്തോ പറയാൻ ശ്രമിച്ചു. അതിന് സോറി പറഞ്ഞില്ലേ ഞാൻ? അവൻ ചോദിച്ചു. എന്നാലും പിണക്കം മാറിയില്ല. അവള് പറഞ്ഞു. ആണോ? ബാക്കിയുള്ള പിണക്കം ഇന്ന് രാത്രി കൊണ്ട് മാറ്റിത്തരാന്ന് പറഞ്ഞില്ലേ ഞാൻ? വല്ലാത്തൊരു ഭാവത്തിൽ അവൻ ചോദിച്ചതും അവൾ അവനെ മിഴിച്ചു നോക്കി. പക്ഷെ അവളെ ആകെ ഒഴിഞ്ഞു നോക്കുകയാണ് അഗ്നി. എന്താ ഇങ്ങനെ നോക്കണേ? അവള് പതറിക്കൊണ്ട് ചോദിച്ചു. ഒന്നുമില്ല, വെറുതെ. അഗ്നി കണ്ണിറുക്കി. ജ്വാല മുന്നോട്ട് നടന്നു. അവൻ ചിരിയോടെ അവളെ തിരിഞ്ഞു നോക്കി. എത്ര നേരം ഇങ്ങനെ ഒളിച്ചു കളിക്കുന്നേ? നിന്റെ ദേവേട്ടനൊരു കാര്യം തീരുമാനിച്ചാ പിന്നെ അത് നടത്തൂന്ന് നിനക്ക് അറിയാവുന്നതല്ലേ കുഞ്ഞാ? അഗ്നി വിളിച്ചു ചോദിച്ചതും ജ്വാലയൊന്ന് നിന്നു. പതിയെ അവനെ തിരിഞ്ഞു നോക്കി. അപ്പോഴും പ്രണയാതുരമായ നോട്ടം അവൾക്ക് താങ്ങാൻ കഴിഞ്ഞില്ല. പെട്ടെന്ന് തന്നെ അവൾ അവിടെ നിന്ന് പാഞ്ഞു. അഗ്നി കള്ളച്ചിരിയോടെ ഉമ്മറത്തേക്കും. തുടരും.